बच्चा सबका मेरा स्वागत है। तुम लोगों को मैं नेशनल अकादमी की ओर स्वागत करती हूँ। आज हम साठोत्तरी कविता 7वां अध्याय पढ़ना जाता है। ഇന്ന് നമ്മൾ 7ാമത്തെ അധ്യായം എന്താണ് സാട്ടോത്തരി കവിത എന്ന് പറഞ്ഞ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം NIOSന്റെ +2 ഹിന്ദിയാണ്. അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 6 വരെ എടുത്തു കഴിഞ്ഞു. ഇനി 7ാമത്തെ സാട്ടോത്തരി. സാട്ട് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? 60. ആ 60ന് ശേഷമുള്ള കവിതകളെ എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. साठोत्तरी कविता। तो इस युग की कविताओं की प्रमुख प्रवृत्तियां अपने बीज रूप में नई कविता में विद्यमान थी। इस युग की कविता में तीखे व्यंग्य और विद्रोह का रूप धारण कर लिया है. അപ്പൊ ഇത് നമ്മൾ പണ്ട് കാലമൊക്കെ ആദ്യകാല ഭക്തികാല രീതികാലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിച്ചു വന്നു. പിന്നെ ഛായാവാദ് ഉത്തർ ഛായാവാദ് ഒക്കെ അങ്ങനെ പഠിച്ചു വന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കവിത, മനുഷ്യന്റെ അതായത് പ്രധാനപ്പെട്ട വ്യക്തിഗതമായത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ എടുത്തിട്ടുള്ള കവിതാരചന. വലിയ കാവ്യങ്ങളൊന്നും ഇരിക്കില്ല. നിങ്ങൾക്കറിയാം ആദ്യകാലത്തിലെ കവിതകളൊക്കെ അല്ലേ മഹാകാവ്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഒരു രാജാവിനെ പറ്റിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീരശൂര പരാക്രമങ്ങളെല്ലാം അതിലുണ്ടായിരിക്കും. ഇനി വല്ല പ്രേമത്തിനെ പറ്റിയാണെങ്കിൽ രാജാവായിട്ടാണെങ്കിലും മറ്റേ റാണിമാരായ അതായത് രാജകുമാരിമാരൊക്കെ ആയിട്ടാണെങ്കിലും അവരെ പറ്റി വർണ്ണിച്ചു, ആ രാജ്യത്തിനെ പറ്റി വർണ്ണിച്ചു വലിയ 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 പുസ്തകങ്ങളാക്കിയിട്ട് എഴുതും. എന്നാൽ നമ്മുടെ साठोत्तरी कविता में तो ऐसी बात नहीं है. छोटी छोटी कविता है, सामूहिक और सामाजिक विषयों के प्रति होता है. അതായത് സാമൂഹികവും വ്യക്തിഗതവുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കവിതകളാണ് അതിൽ കൂടുതൽ വന്നിരുന്നത്. പിന്നെ അതിന് ഉസ്കാ ഏക और വിശേഷത भी है. അതിനൊരു പ്രത്യേകത ഊരിൻ്റെ വ്യംഗ്യ. അതിന് ആ കവിതയ്ക്കല്ല കേട്ടോ, നമ്മുടെ ഈ പാഠത്തിനാണ് പറയാൻ പോകുന്നത്. എന്താണ് ഏക വിശേഷത ഹെ എന്താണെന്ന് നോക്കിക്കോളൂ. ഇതിൻ്റെ പരിചയം ഒന്ന് ഞാൻ ആമുഖമൊന്ന് പറഞ്ഞുതരാം കേട്ടോ. छोटी छोटी मामूल इस धारा के कवियों ने नई कविता की काव्यगत रूढ़ियों को अस्वीकार करके कविता को पुनः जीवन के साथ जोड़ दिया है. ടീച്ചർ പറഞ്ഞു ആദ്യത്തെ കവിതയുടെ കാവ്യങ്ങളുടെ എല്ലാ രൂപങ്ങളും മാറിയിട്ട് ചെറിയ ചെറിയ കവിതകൾ, അതായത് ആ കവിതയ്ക്കുള്ള വിഷയം ചിലപ്പോൾ അവനാൻ്റേത് തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളതായിരിക്കും, അല്ല ജാതീയമായിട്ടുള്ളതായിരിക്കും, അല്ല ചൂഷണവർഗത്തിനെ പറ്റിയുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ സാട്ടോത്തരി കവിതയിൽ. ഇത് തുടക്കം കുറച്ച് മുന്നേ ഉണ്ട് കേട്ടോ. ഏത് യുഗത്തിലാണ്? ഛായാവാദ് ഉത്തർ ഛായാവാദ് എന്നൊക്കെ പറഞ്ഞ കുറേ എണ്ണം പഠിച്ചില്ല. അതിലൊക്കെ ഇതേ രൂപം തന്നെയാണ് വന്നിട്ടുള്ളത്. इन्हें इस धारा के कवियों ने नई कविता की काव्यगत रूढ़ियों को अस्वीकार करके कविता को पुनः जीवन के साथ जोड़ दिया है. अब नई कविता ഇതിൽ ഉദ്ദേശിച്ചതാണ് ഛായാവാദ്, പ്രതിവാദ്, ഉത്തർ ഛായാവാദ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രചനകൾ ഈ സാട്ടോത്തരി ധാരയിലുള്ള കവികൾ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇനി इस युग की कविता में ठीक व्यंग्य और विद्रोह का रूप धारण किया है. അങ്ങനെ വന്ന് इस कविता के അതായത് സാട്ടോത്തരി കവിതാക്കെ ധാരാമേ സാട്ടോത്തരി ധാരയിലുള്ള കവിതകളിൽ എന്താണ് രണ്ട് പ്രത്യേക കാര്യങ്ങൾ വന്നു. ഹാസ്യ, വ്യംഗ്യ, അതായത് പരിഹാസം, ഫലിതം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ വന്നു. പിന്നെന്താ പറയണത്, വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, വിദ്രോഹ കാ രൂപ ധാരൺ ചെയ്യാ. വിദ്രോഹം, സാമൂഹികമായിട്ടുള്ള അനാചാരങ്ങൾക്കെതിരെ, അത്യാചാരങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ കവികൾ തൻ്റെ കവിതയിലൂടെ വിദ്രോഹം സൃഷ്ടിക്കുക. അതായത് നമുക്ക് അന്നത്തെ കാലത്ത് 1-2 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് സാമൂഹികമായിട്ടുള്ള ചൂഷണം, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുക എന്നുള്ളത്. പിന്നെ വലിയ എന്താ പറയാ, ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ മറ്റുള്ള ഒരുപാട് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എന്തിലുണ്ട് അന്നത്തെ കാലത്തുണ്ടായത്. അപ്പോൾ അതിനെതിരായിക്കൊണ്ടിട്ട് എന്ത് ചെയ്യുക, കവിതകൾ എഴുതുക. അതാണ് ഒന്നാമത്തെ പ്രധാനം. അതായത് ചൂഷണം ഭയങ്കരമായിട്ട് ആ കാലത്തുണ്ടായിരുന്നു സമൂഹത്തിൽ. അപ്പം അതിനെതിരായിട്ട് കവിതകൾ എഴുതി ആ ചൂഷണം ചെയ്യപ്പെടുന്നവരോട് വിദ്രോഹം ജനങ്ങളിൽ ഉണ്ടാക്കുക. അങ്ങനെയുള്ളൊരു പ്രധാന തത്വം കൂടി ഈ കാലത്തെ കവിതകളിൽ ഉണ്ടായിരുന്നു. അതിലൊരു പ്രമുഖനാണ് ഈ സാട്ടോത്തരി കവിതയിൽ വരുന്ന 2 പ്രമുഖരായിട്ടുള്ള കവികളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സർവേശ്വർ ദയാൽ ശർമ്മ, മറ്റൊന്ന് എന്താണ് ദുഷ്യന്ത് കുമാർ. ഈ 2 ആളുകളെ പറ്റിയാണ്, സർവേശ്വർ ദയാൽ സക്സേന ആർ ദുഷ്യന്ത് കുമാർ. ആ 2 കവികളെ പറ്റിയാണ് നമുക്ക്, കവികളെ പറ്റിയല്ല, കവികളുടെ കവിതയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് എന്താണ്
ആ കവിത ഏതാണെന്ന് നോക്കാം. കവിത നമുക്ക് നോക്കാം. ഭേഡിയ. ഭേഡിയ എന്താ? ചെന്നായ. അപ്പൊ ചെന്നായയെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സമൂഹത്തിലെ അന്യായത്തിനെതിരായിട്ടുള്ള കവിത അധ്യായത്തിന്. ചെന്നായനെ കൊണ്ട് എങ്ങനെ കവിത എഴുതാൻ പറ്റും? ദേഖിയ ഭേഡിയ തോസ്മേ ഏക് പ്രതീക് മാത്ര ഹെ. ഭേഡിയ എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള വാക്കാണ്. ആറേക്ക് ശബ്ദ ബി ഹെ. മശാൽ, പന്തം എന്നുള്ള അർത്ഥം. അങ്ങനെ ഇങ്ങനെ പ്രതീകാത്മകമായിട്ടുള്ള 2 ശബ്ദങ്ങളെ കൊണ്ടാണ് കവി ഈ കവിതയിൽ നമുക്ക് ആ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. മശാൽ എന്ന് പറഞ്ഞാൽ ഇതിന് എതിരായിട്ടുള്ള പ്രവർത്തിച്ചിട്ട് ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളുടെ പ്രതിഷേധമാണ് മശാൽ, തീജ്വാലയായിട്ട് വരുന്നത്. ഈ ചൂഷണം ചെയ്യുന്ന വ്യക്തികളാണ് ഇത് ഭേഡിയ. ആ 2 എണ്ണത്തെ കൊണ്ടിട്ട് കൂടി ഒരു പരിഹാസ രൂപത്തിൽ കവി നമുക്ക് വിവരിച്ചു തരണം എങ്ങനെ നമുക്ക് അതിനോട് എതിർക്കാം. ഈ ചൂഷണം ചെയ്യുന്ന ആളുകളെ നമുക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ജനങ്ങളെല്ലാം, ഇത് അനുഭവപ്പെടുന്ന ആളുകളായിരിക്കില്ല നമ്മളെ പോലുള്ളവരൊക്കെ. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂട്ടായ്മയോട് കൂടി നിന്ന് നമ്മളുടെ പ്രതിഷേധമാകുന്ന മശാൽ ജലാകറാമെ ഉൻകാ സാമന കർണ ചാഹിയെ എന്ന കവി പറയുന്നത്. നമ്മൾ അവരോട് എതിർക്കണമെങ്കിൽ ഹം ഏക് സാത്ത് ഹോനാ ചാഹിയെ. സമൂഹത്തിലുള്ള ജനങ്ങള്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള്, അവരാണല്ലോ ചൂഷിതരാവുന്നത്, അവരെയാണല്ലോ ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ ആ ചൂഷണം ചെയ്യുന്ന നമ്മളെല്ലാവരും ഏക് ഹോനാ ചാഹിയെ, ഒന്നാകണം. അവർ മസാൽ ജലാക്കർ, അവിടെ ആ മസാൽ എന്ന് പറയുന്നത് നമ്മളുടെ ആ പ്രതികാരം, ആ വിദ്രോഹം, ഇങ്ങനെ ഇനി ഞങ്ങളുടെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്നുള്ള ആ എതിർ ഭാവനയാണ് മസാൽ ജ്വാലയായിട്ട് തീരുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നവരാരാണ് പ്രതീകാക്കിയിട്ടുള്ള? ഭേഡിയ, ചെന്നായ ഒരു ക്രൂരജീവിയാണല്ലോ. അത് പാത്തും പതുങ്ങി ജാഡിയോ മെൻ ചുപ്കർ ഹമാരെ ഓർ ആക്രമണം കർത്താ ഹെ. അത് പാത്തും പതുങ്ങി നിന്നുകൊണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളോട്, സാധാരണക്കാരെ ആക്രമിക്കല്ലേ ചെയ്യുന്നത്. തക്കം കിട്ടിയാൽ അത് മറ്റുള്ളവരെ കീറി മുറിച്ച് തിന്നില്ലേ. അപ്പൊ അങ്ങനെ കീറി മുറിച്ച് തിന്നുന്ന ആൾക്കാരോട്, ഇപ്പൊ പേടിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ശരി, ആൾക്കാരോട് നമ്മൾ എങ്ങനെ ചെയ്യണം? ഒരാളായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. സമൂഹക്കെ സാത്ത് होना चाहिए. हम संगठित होकर उनका विरोध करना चाहिए. संगठित होने में हमारा विद्रोह का प्रतीक है मशाल. നമുക്ക് ഇത്രമാത്രം വിദ്വേഷമുണ്ട്, നമുക്ക് ഇത്രമാത്രം വിദ്വേഷമുണ്ട് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് മസാൽ എന്ന് പറയുന്നത്. और मसाल लगाकर हमें भेड़िया के सामने कैसे जाना है? भेड़िया तो झाड़ियों में चुपके रहते हैं, तो अगर उसे अवसर मिले तो वह झाड़ कर अच्छा है, वह तो कूद कर हमें मार डालते हैं. അത് തമക്കം കിട്ടിയാൽ അത് എതിർത്ത് അതിൻ്റെ ഇരയായാലും ശരി, ഉപദ്രവിക്കേണ്ടവരായാലും ശരി ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പൊ ഇവിടെ പ്രതീകാത്മകമായിട്ടുള്ള 2 വാക്കുകളാണ്, ഒന്ന് ഭേഡിയ, ഒന്ന് മശാൽ. ഇനി ആ വിദ്രോഹത്തെ ആരുണ്ടാക്കണം? നമ്മൾ മനുഷ്യരുണ്ടാക്കണം. കൈസെ ബനാനാ ഹെ? സംഘടിത ഹോക്കർ. എങ്ങനെ ഉണ്ടാക്കണം? സംഘടിതമായിട്ട് ഉണ്ടാകണം. അല്ലാതെ 1-2 ആള് ചെന്നായൻ്റെ അടുത്ത് തന്നെ എടാ നീ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉപദ്രവിക്കണോ വെച്ചാൽ എന്ത് ചെയ്യും? ഒറ്റ ചാട്ടം തരും, നമ്മളെ 2 പേരും കൊല്ലുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഏക് ദേശ് കെ യാ തോ ഏക് പ്രദേശ് കെ तो सभी लोग इसके खिलाफ മസാൽ ലഗാക്കർ ഭേഡിയയ്ക്ക് സാത്ത് ജാനാ ചാഹിയെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്രതിഷേധത്തിന്റെ രൂപമായിരിക്കുന്ന, പ്രതീകമായിരിക്കുന്ന മസാൽ ലഗാക്കർ ഉൻകെ സാത്ത് ജാനാ ചാഹിയെ. और ये മസാൽ സഭീക്കോ ദേക്കർ, ഒന്നിച്ചുള്ള തീപ്പന്ത ആളുകളെയും കൂടെ കാണുമ്പോൾ ഭേഡിയ ഭാഗ് ജായേഗ, ഡർക്കർ ഭാ ജായേഗ. ഭേഡി എന്ത് ചെയ്യും? കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുന്നവരെല്ലാം കൂടെ കൂട്ടത്തോടെ പാഞ്ഞു കഴിഞ്ഞാൽ ഫിർ വാപ്പസ് നഹീ ആ സക്തെ. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ക്യോ? എന്തുകൊണ്ടാണ് വരാത്തത്? ഹം സബ് ഏക് ഹോ ഗയാ ഹെ और उनके खिलाफ काम करने लगते हैं. നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് നമ്മൾ സംഘടിതരായിട്ട് അവയ്ക്കെതിരായിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. और उसे देश तक या गांव तक आने की जरूरत नहीं पड़ता. जरूरत नहीं है, आ नहीं सकता. വരാൻ കഴിയില്ല. കാരണം എന്താ? നമ്മളിവിടെ സംഘടിതരായിട്ട് ഉൻകെ ഖിലാഫ്, അവർക്കെതിരായിക്കൊണ്ട് ക്യാ കർത്തേ ഹെ? പ്രതിഷേധ കർത്തേ ഹെ. അപ്പൊ നമ്മൾ ഓടിച്ച ചെന്നായികൾക്ക് ഒരിക്കലും നമ്മളുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം നമ്മൾ സംഘടിതരായി അവർക്കെതിരായിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എന്താവും? भूख प्यास सहते सहते आपस में क्या करते हैं? आपस में
കടിച്ചു മുറിച്ച് തിന്ന് സ്വയം അവർ നശിക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളുടെ മുതലാളിമാരൊക്കെ നമ്മളെ വല്ലാതെ പിഴിഞ്ഞെടുത്ത് അവർ വലിയ വലിയ പണക്കാരെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ സംഘടിച്ചു കഴിഞ്ഞാൽ എന്തായി, അവർക്ക് പിന്നെ നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റാതെയായാൽ അവരുടെ സമ്പത്തൊക്കെ ഇങ്ങനെ തിന്ന് എല്ലാം പോയി കഴിഞ്ഞ് പിന്നെ അവർ ഒന്നും ഇല്ലാത്തവരായിത്തീരും. അപ്പം അവർ പഠിക്കും സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണെന്ന് അവർ പഠിക്കും. അങ്ങനെ ജനങ്ങളെ വഴിക്ക് കൊണ്ടുവരണം എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്. വേണമെങ്കിൽ ഇതൊന്നിച്ചൊന്ന് വായിച്ചു തരാം. ഇത് ഇത്രയും ടീച്ചർ പറഞ്ഞതാണ് ഇതിൻ്റെ സാരായിട്ട് വരുന്നത്. देखो, मनुष्य से भिन्न प्राणियों को कथा का हिस्सा बनाकर रचनाकार ने മനുഷ്യ സമാജത്തെ സമക്ष एक ആദർശ പ്രസ്തുത किया है. മനുഷ്യരല്ലാത്തവരെ പ്രതീകങ്ങളാക്കിക്കൊണ്ട് ഒരു കവിത രചിച്ചതാണ് ഈ കവിത. മസാലിനെ ബേഡിയയും अभिव्यक्ति के नए ढंग और मानव बोध से परिचित कराने के लिए सर्वेश्वर दयाल सक्सेना की कविता बेडिया का पाठ प्रस्तुत है. അങ്ങനെ അഭിവ്യക്തിക്ക് നയ ഡെങ്കിസൻ നമുക്ക് പറഞ്ഞ അഭിവ്യക്തമാക്കി തന്നെയുണ്ടല്ലോ, വ്യക്തമാക്കി തന്നെയുണ്ടല്ലോ. ആ വ്യക്തമായ രീതി ഒരു പ്രത്യേക രീതിയാണ്. എന്ത് ബേഡിയെയും മസാലിനെയും പ്രതീകങ്ങളാക്കിക്കൊണ്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിലും ശരി, കവി നമ്മുടെ സമൂഹത്തിലെ അന്യായത്തെയും അനീതിയെയും നമുക്ക് വ്യക്തമാക്കി തരണം. ഇനി ടീച്ചർ മലയാളം പറയേണ്ട ആവശ്യമില്ലല്ലോ. देखो, मैं पढ़कर चाहती हूँ. कविता में बेड़िया प्रतीकात्मक अर्थ में किया गया है. बेड़िया उस वर्ग का प्रतीक है जो अपनी हिंसा, क्रूरता और लालच से व्यापक जन समुदाय को डरा कर उनका अधिकारों को छीन लेता है. അപ്പം ബേഡിയ എന്ന് പറയുന്നത് തൻ്റെ ഹിംസ കൊണ്ടും ക്രൂരത കൊണ്ടും ലാലച്ച് കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും വ്യാപക് ജൻ സമുദായിക്കോ നാട്ടിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ജനസമുദായത്തിനെ ധരാക്കർ ഭയപ്പെടുത്തിയിട്ട് ഉൻക അധികാരവും കൊച്ചിയിലെത്ത അവരുടെ അധികാരങ്ങളൊക്കെ അവർ തട്ടിയെടുക്കുക. അതാണ് ഈ ചെന്നായകളാകുന്ന നമ്മളുടെ ഇടയിലുള്ള മുതലാളിമാര് അല്ലെ ജന്മിമാരൊക്കെ ചെയ്യുന്നത്. ये कविता सामान्य जन को बेड़िया जैसे हिंसक क्रूर लालची लोगों से लड़ने का साहस जगाने का काम करता है. ഈ കവിത പഠിക്കുമ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഈ നമ്മളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചൂഷണം ചെയ്യുന്നവരോട് നമുക്ക് ഒന്നിച്ച് സഹകരിച്ച് നിന്ന് വിദ്രോഹം കാണിക്കാനുള്ള സാഹസം ധൈര്യം നമ്മളിൽ ഉണ്ടാക്കുന്നു കവി. ഇനി ബേഡിയ ഏക് ജംഗലി ജാൻവർ ഹെ. ബേഡിയ എന്ന് പറയുന്നത് ഒരു കാട്ടുമൃഗമാണ്. യേ ഹിംസക് ഔർ ക്രൂര പശു ഹെ. അതൊരു വലിയ ഹിംസക് എന്താ പറയുക ക്രൂരമായ ജന്തുവാണ്. ഹിംസ്രത ഔർ ക്രൂരത പാശവിക് പ്രവൃത്തി ഹെ. ഹിംസ കൊല്ലലും ക്രൂരതയും ഒരു മൃഗീയമായിട്ടുള്ള സ്വഭാവമാണ്. ഇസി ഉദ്ദേശിക്ക് പൂർത്തിക്ക് ലിയെ ഗുറാത്ത ഹെ. അപ്പൊ അതിനതൊന്നും കിട്ടാഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ ദേഷ്യം മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന അങ്ങനെ ഗുറാക്ക, എന്താ പറയുക അലറിക്കൊണ്ട് ചേറിക്കൊണ്ട് അട്ടസിച്ചുകൊണ്ടൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വാക്കാണത്. ഗുറാത്താഹെ അമ്മ യാതിരക്കനാഹെ. നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കൂ. എന്താണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് കവി പറയണത് നോക്കൂ. യഹാ ബേഡിയ ഏക് പശു നഹി പ്രതീക. ഇതൊക്കെ ടീച്ചർ പറഞ്ഞെന്ന് മലയാളം. ഇവിടെ ബേഡിയ എന്ന് പറയുന്നത് പ്രതീകമാണ്, അല്ലാതെ ഒരു മൃഗമായിട്ടല്ല ഇവിടെ ചിത്രീകരിക്കുന്നത്. ദമൻ ശോഷൻ और अत्याचार जैसे जन विरोधी कर्मों में लिप्त लोगों का. എങ്ങനെയുള്ള ആളുകളാണ്? ദമൻ ശോഷൻ, അടിച്ചമർത്തി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന വർഗത്തിലെ അന്യായികളായിരിക്കുന്ന ആരാണ്? അവരുടെ ഒരു പ്രതീകമാണ് ബേഡിയ എന്ന് പറയുന്നത്. കവിതാമേ തും ജൻ സാമാന്യ. കവിതയിൽ നമ്മൾ, ഈ തും എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനങ്ങള് എന്താണ് സാമാന്യ ജന. ആ കവിതയിൽ ഔർത്തും നിങ്ങളോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കവി. അത് തും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങള്. ജോ സദിയോ സെ ശോഷൻ അന്യായി കാ ശിക്കാർ പീഡിത് ഉപേക്ഷിത് അവർ ശോഷിത് ജീവൻ ജീനയ്ക്ക് ലിയെ വ്യവസായ. ഇപ്പൊ ഇവര് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് അന്യായം സഹിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു വരുന്നവരാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങള്. മസാൽ ബി പ്രതീക. മസാൽ പന്തം എന്ന് പറയുന്നത് പ്രതീകമായിട്ടുള്ളൊരു വാക്കാണ്. സംഘടിത ഹോനെ കി ചേതന കാ को जागृत करने की शक्ति सामान्य जन के पास होती है ना कि अत्याचारी शोषक दमनकारी सत्ता के पास होती है. അപ്പം നമ്മൾക്ക് നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് കുറവായിരിക്കും. എന്നാൽ വലിയ വലിയ ആളുകളിൽ എന്താണ് ആ സംഘടിതമായ മനോഭാവമില്ലെങ്കിൽ അവരൊറ്റയ്ക്കായിട്ട് നമ്മളുടെ സമൂഹത്തിലുള്ളവരെ എന്ത് ചെയ്യും, നേരിടും. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒറ്റയ്ക്ക് അവരോട് നേരിടാൻ പറ്റില്ല. അപ്പം നമ്മൾ സംഘടിതരാകുന്നു. എന്നാൽ ഏ ജൈസ പൂഞ്ചി ലൗ യ ബേഡിയ കെ
ബേഡിയാക്കോ, അർത്ഥാത് ബേഡിയ പ്രതീകമാണല്ലോ, ഈ ചൂഷണം ചെയ്യുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വല്ലാതെ സംഘടിക്കാൻ പറ്റില്ല, അവർ വല്ലാതെ സംഘടിതരാവുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംഘടിച്ചാൽ അവരെ എതിർക്കാൻ കഴിയും എന്നാണ് കവി പറയുന്നത്. अत्याचारी शोषक दमनकारी सत्ता के पास होती है। कवि ने पाशविकता और मानवीयता में बुनियादी फर्क को रेखांकित करते हुए कहा है, तुम मशाल जला सकते हो जबकि भेड़िया इस भेड़िया आग से डरता है। कवि का दृढ़ विश्वास है कि मशाल देखते ही भेड़िया भाग खड़े होगा. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ചൂഷണം ചെയ്യുന്നവർക്ക് യോജിക്കാൻ പറ്റില്ല, സാധാരണ ജനങ്ങളെ സംഘടിതരാകുന്ന മാതിരി ആ വലിയ വലിയ വർഗക്കാരായിട്ടുള്ള വലിയവന്മാരാണെന്ന് നമ്മൾ കരുതപ്പെടുന്ന ആ പൂഞ്ചിപതികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സംഘടിതരാവാൻ പറ്റില്ല. എന്നാൽ സാധാരണക്കാർക്കാണെങ്കിലോ ആ പ്രതിഷേധം വ്യക്തമാക്കാനുള്ള കഴിവുമുണ്ട്, അവർക്ക് സംഘടിത ബോധവും മനസ്സിലുണ്ട്. ബേഡിയെ ജംഗൽക്ക് ജാഡിയോമേൻ്റെ എത്തേ, ഈ ചെന്നായ്ക്കൾ എവിടെ ഉണ്ടാവുക, ജംഗൽക്ക് ജാഡിയോമേ. വേ യഹാ അപ്പനേക്കോ സുരക്ഷിത് മഹസൂസ് കത്തെ, അപ്പൊ കുറ്റിക്കാടുകളിലൊക്കെ ഒളിച്ചിരുന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അവർ കരുതുന്നു. कवि का आग्रह है, करोड़ों हाथों में मशाल दाम कर इन झाड़ियों की ओर बढ़ने से ही ये भेड़िया भागेंगे. അപ്പൊ ഇവര് കുറ്റിക്കാടുകളിൽ ഒളിച്ച് ഇരുന്ന് അയര കിട്ടുമ്പോൾ പിടിച്ച് തിന്നുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ആ കുറ്റിക്കാടുകളിൽ സുന്ദരമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ അന്യായം സഹിക്കുന്ന നമ്മളുടെ ആ വിദ്വേഷത്തിന്റെ പ്രതീകമായ മസാൽ ലഗാക്കർ, അതിൻ്റെ ആ പ്രതീകമായിരിക്കുന്ന പന്തം കത്തിച്ച് 10,000 ആൾക്കാരുടെ കയ്യിൽ പന്തൊന്നിച്ച് കണ്ടാൽ, അതായത് 100,000 ആൾക്കാർക്ക് ഇങ്ങനെ വിദ്വേഷം ഉണ്ട് എന്നുള്ളതിൻ്റെ ആ പ്രതീകത്തിന്റെ ചിഹ്നമാണ് എന്ത്, പന്തം. അതും കത്തിച്ച് പിടിച്ച് നമ്മൾ ഈ ചെന്നായ്ക്കളയും തെരഞ്ഞും കൊണ്ട് കാടുകളിലേക്ക്, കുറ്റിക്കാടുകളിലേക്ക് കയറി ചെല്ലാം. സോ ക്യാ ഹോഗ, അപ്പോഴെന്താ സംഭവിക്കുക, ജരൂർ ബേഡിയ ഡർ കർ ഭാഗ് ജായേഗ. അപ്പോൾ 10,000 ആൾക്കാർ കയ്യിൽ പന്തും പിടിച്ച് വരുന്ന കണ്ടാൽ ഏതൊരു ചെന്നായ്ക്കളും പേടിച്ചോടും. മനസ്സിലായില്ലേ? തീയിനോട് കളിക്കാനുള്ള ധൈര്യം അവർക്കില്ല. ആര് സംഘടിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ച് വരുമ്പോഴോ ഈ വലിയ വലിയ ആൾക്കാർക്ക് ഇത്തിരി ഭയം ഉണ്ടാവും മനസ്സിലെന്നുള്ളത് ഉറപ്പാണ്. भेड़िया आग से डरता है, कवि का दृढ़ विश्वास है कि मशाल देखते ही भेड़िया भाग खड़ा हो जाएगा. കവി പറയുന്നു, ഈ പന്തം ഒന്നിച്ച് കണ്ടാൽ, ആ പന്തം ഒന്നിച്ചെന്താന്ന് ടീച്ചർ പറഞ്ഞു, അത് കണ്ടാൽ ബേഡിയ അവിടുന്ന് ഒളിച്ചോടും എന്നുള്ളത് ഉറപ്പാണ്. ബേഡിയ ജംഗൽക്ക് झाड़ियों में रहते हैं, वहाँ यहाँ अपने को सुरक्षित महसूस करते हैं. वंदले कवि का आग्रह है, करोड़ों हाथों में मशाल धाम कर इन झाड़ियों की ओर बढ़ने से ही भेड़िया भागेंगे. कवि का विश्वास है कि करोड़ों की संख्या में आम जनता ही ये कार्य कर सकते हैं. കവി പറയുന്നത് നമ്മളെപ്പോലുള്ള കോടിക്കണക്കിന് ആൾക്കാർ, കരോടെന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ പൂഞ്ചിപതികളായാലും ശരി ഭയപ്പെടും എന്നാണ് പറയുന്നത്. ഇസി സെ ശോഷണം സമാപ്തമാകുക, അതോടുകൂടി ഈ ചൂഷണം നമ്മളെ ചൂഷണം ചെയ്യുക എന്നുള്ള കാര്യം അവർ ചെയ്യണ്ടല്ലോ, അത് അവസാനിച്ചു കിട്ടും. और आम जन के जीवन में പരിവർത്തൻ സംഭവിക്കുക. അങ്ങനെ ആ ചൂഷണം അവസാനിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും എന്ന് പറയുന്നത്, തികച്ചും പരിവർത്തനം ഉണ്ടാവും എന്നാണ് കവി പറയുന്നത്. കവിത പഠने से हमें मालूम होगा कि कवि ने अपने समय की सामाजिक രാജനീതിക और आर्थिक स्थितियों की ओर संकेत किया है. ഈ കവിത പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കവിയുടെ കാലത്തുണ്ടായിരുന്ന ചൂഷണത്തെ സംബന്ധിച്ചും സാമ്പത്തികപരമായിട്ടും പിന്നെന്താ രാജനൈതികമായിട്ടുള്ള സാമുദായിക അല്ല സാമാജികമായിട്ടുള്ള കാര്യത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് എന്ത്, ബേഡിയ എന്നുള്ളത്. ഇനിയുള്ളത് ഒരു ദുഷ്യന്ത് കുമാറിന്റെ ഗസൽ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലുള്ളൊരു കവിതയാണ്, ഛോട്ടാ സാഹേ, ഒരു ചെറിയ കവിതയാണ്. കവി സമാജിക്ക് യഥാർത്ഥ സ്ഥിതി अपनी रचनाओं के माध्यम से उजागर करते हैं. കവി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ തൻ്റെ കവിതയിലൂടെ വെളിച്ചം നൽകുകയാണ് ചെയ്യുന്നത്. ശാസന വ്യവസ്ഥ കെലിയ സമാധാൻ ബി പ്രസ്തുത കഥ. അപ്പൊ അതിൻ്റെ ആ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരി, കവി എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രശ്നങ്ങളോടൊപ്പം അതിനുള്ള സമാധാൻ ബി ബത്താദേത്തായ, അതിനുള്ള ഉത്തരവും അതിനുള്ള പരിഹാര മാർഗവും ദുഷ്യന്ത് കുമാർ പറഞ്ഞു തരുന്നുണ്ട്. हमारा देश आज भी कई सामाजिक, आर्थिक एवं अन्य असमानताओं और समस्याओं से क्या है जूझ रहा है. അപ്പൊ ഇതിലും നമ്മളുടെ രാജ്യം ഒരുപാട് സമസ്യകളെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിമുട്ടില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലത്തെ
കവിതയിലൂടെ തന്നെയാണ് കവി എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടുകളെ എതിർക്കാൻ നോക്കുന്നത്. പക്ഷെ ഇവിടെ കവി പറയുന്നത് കൈസേ ഹെ हमारे समाज में या समूह में जो या मुश्किलें हैं या प्रतिसंधियां हैं, उनके खिलाफ हमें उनका समाधान भी करना चाहिए, उनका समाधान भी उनसे ही निकालना चाहिए. ആ പ്രതിസന്ധിയിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ ഉത്തരവും കണ്ടെത്തണം. ജൈസെ എങ്ങനെയാണ്, ഹിമാലയസെ ഗംഗ നിക്കൽക്ക ആത്തെ രാസ്തേക്ക്, അത് വരുന്ന വഴിയിലെ എല്ലാവർക്കും അതെന്ത് ചെയ്യുന്നു, ഐശ്വര്യം പ്രദാനം ചെയ്യുന്നില്ല, നന്മ പ്രദാനം ചെയ്യുന്നില്ല. അതുപോലെ ആയിരിക്കണം ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെ, അന്യായങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ അതിനൊരു പരിഹാരവും കണ്ടെത്തണം എന്നാണ് ദുഷ്യന്തകുമാർ തൻ്റെ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ समाज में देश में ऐसी समस्याएं हैं जो वर्षों से बनी हुई है. आप ऐसा महसूस भी कर रहे हैं होंगे कि परिस्थितियां और व्यवस्था बदल नहीं रहे हैं, बल्कि समय के साथ साथ और बेहतर होती जा रही है. कवि ने इसी बात को इन पंक्तियों में उद्घाटित किया है. यहाँ केवल समस्याओं का उल्लेख नहीं हुआ है, अब समाधान की ओर संकेत भी किया है. അപ്പം അങ്ങനെ സമാധാനവും കവി അതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കവികളുടെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞുതരാം, ഉത്തരങ്ങൾ പറയാൻ നേരമില്ല, അത് നിങ്ങൾ കണ്ടെത്തട്ടോ. അതായത് വികല്പങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ എന്താ പറയുക, ഉപയുക്ത വികല്പ ചുൻകറിലേക്ക് എന്ന് വന്നിട്ട് കരോടോ ഹാത്തോ ഒക്കെ സംബന്ധ കിൻസേ ഹെ, എന്നിട്ട് 2-3 ദേവതാവൻ സേ ഹെ, പൂഞ്ചിപതിയോൻ സേ ഹെ, ആത്മീ സേ ഹെ, ബേഡിയോൻ സേ ഹെ, അങ്ങനെ തരും. അതിലേതാ ശരി തെരഞ്ഞെടുത്ത് എഴുതുക. പിന്നെ വന്നിട്ട് ബേഡിയാക്കെ ഗുറാനേക്ക കാരൻ ക്യാ ഹെ, ബേഡിയ മുരളെന്ന് പറഞ്ഞു, അതെന്തിനാണെന്ന്. ഉസെ ബഹുത്ത് ഭൂക്ക് ലഗി ഹെ, ഉസെ ബഹുത്ത് ഗുസ്സാത്താ ഹെ, ഉസെ ദൂസരോं को ഭയഭീത് कराना है, മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഇത് തന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ അതിലൊക്കെ പുസ്തകം ഉണ്ടാവില്ല, ആ പുസ്തകത്തിൽ നോക്കി തികച്ചും അത് നോക്കി മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഞാൻ 2-3 ചോദ്യങ്ങളോട് പറയാം. ആക്കി ദൃഷ്ടിമേ ബേഡിയേക്കോ ബഗാന ക്യോ ജരീരി ഹെ, ബേഡിയേനെ ഓടിക്കേണ്ട എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയല്ലേ. നമ്മളുടെ സമൂഹത്തിൽ നന്മ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഓടിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ബേഡിയ കവിതാക്കി അന്തിം പക്തിമേ ഔർ തുംസെ കവി ക്യാ ആശയ ഹെ, സ്പഷ്ട കീജിയെ. ആ നിങ്ങളോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടത്, അത് നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളെ ആണ് എന്നുള്ളതാണ് കവിയുടെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും. പിന്നെ ദുഷ്യന്തകുമാറിനെ പീർ കോ പർവ്വത കെ സമാൻ ക്യോ കഹാ ഹെ, അതായത് പർവ്വതം പോലെയുള്ള ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം എന്താണ്, ബുദ്ധിമുട്ടുകളെ പർവ്വതം പോലെ എന്ന് പറയാൻ കാരണം എന്താണെന്ന്, ഇതിന് അത്രയും വലിയൊരു ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്. ആ തരണം ചെയ്യാൻ ആ പർവ്വതത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഗംഗ അതിന് കാരണം ആവണം. അതായത് ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള പോംവഴിയും കണ്ടെത്തണം. ഇനി അടുത്തത് എന്താണ്, സമകാലീൻ കവിത അല്ലെങ്കിൽ ആജിക്കി കവിത എന്നുള്ളതാണ്. ആജിക്കി കവിത കേന്ദ്രമേ ആം ലോഗോं की जीवन की अभिव्यक्ति है, സാധാരണക്കാരൻ്റെ ജീവിതത്തിന് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഈ കവിതകൾ കൊണ്ട്, ആജിക്കി കവിത എന്ന് പറയുന്ന കാലത്തെ കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിസാൻ മസ്ദൂർ और वंचित समूह आदि ने कविता में നായകത്വ പായാ ഹെ, കൃഷിക്കാര്, തൊഴിലാളികള്, പിന്നെ വഞ്ചിക്കപ്പെട്ടവര്, ചൂഷണം ചെയ്യപ്പെട്ടവര്, ഇവരൊക്കെയാണ് ഇവരുടെ കവിതകളിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അതായത് കവിതാമേ അന്തിം ആത്മീകി ചിന്ത ഹെ और साथ ही परिवेशगत यथार्थ की व्यापक अभिव्यक्ति हुई है. किसान, मजदूर और वंचित समूह आदि ने कविता में नायकत्व पाया है. अर्थात कविता में अंतिम आत्मीय की चिंता है. അതായത് കവിതയിലെ അവസാനത്തെ മനുഷ്യനെ പറ്റി, അതായത് പാവപ്പെട്ടവരായിട്ടുള്ള ചൂഷിതരായി കഴിയുന്ന ആൾക്കാരെ പറ്റിയുള്ള വർണ്ണനകളാണ് അവരുടെ കവിതകളിൽ മുഴുവൻ വരുന്നത്. इस काल के 2 कवियों के बारे में हमें पढ़ना है. 2 കവികളാണ് നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് എന്താണ്, രാജേഷ് ജോഷി और നരേഷ് സക്സേന. ഒന്ന് സംയുക്ത പരിവാറാണ്, കൂട്ടുകുടുംബം. നിങ്ങൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല, കുറച്ച് പ്രായമുള്ള 40 വയസ്സുള്ളവരൊക്കെ അറിയും. കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരുന്നവരായിരിക്കും അവരെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോൾ ഇവിടെ കൂട്ടുകുടുംബം കൊണ്ടുള്ള ഗുണത്തെ പറ്റിയാണ് കവി പറയുന്നത്. ദോഷത്തെ പറ്റി ഇതിൽ പറഞ്ഞ് കേൾക്കാനില്ല. പക്ഷെ കൂട്ടുകുടുംബം കൊണ്ടുള്ള ഗുണം എന്ത്, എക്കൽ പരിവാർ കൊണ്ടുള്ള ദോഷം എന്തെന്നാണ് കവി പറയുന്നത്. देखो परिवार के सामाजिकता का पहली इकाई माना जाता है. പരിവാർ എന്ന് പറയുന്നത് സാമാജികതയുടെ ഒന്നാമത്തെ ഭാഗമാണ്. एक संस्था के रूप में परिवार की रचना मानव सभ्यता के इतिहास में बहुत पाई हुई है. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്.
അവിടെ നിന്നാണ് കുട്ടിയുടെ ജീവിതത്തിലെ തുടക്കത്തിൻ്റെതായിട്ടുള്ള സംസ്കാരം മുഴുവൻ പഠിക്കുന്നത്. നല്ലതും ചീത്തയൊക്കെ അവൻ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സംസ്ഥാക്ക രൂപം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ രീതിയിലാണ് നമ്മൾ പരിവാർ കുടുംബത്തിനെ കാണേണ്ടതെന്ന് പറയുന്നത്. परिवार ही हमारी पहली पाठशाला मानी जाती है. एक संस्था के रूप में आज परिवार का आकार और उसकी സ്ഥിതി ബദലി जा रही है. എന്നാൽ ആ സ്ഥിതി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഒന്നിച്ചാവുമ്പോൾ നമുക്ക് അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, വല്യച്ഛനിൽ നിന്ന്, വല്യമ്മയിൽ നിന്ന്, ചെറിയച്ഛനിൽ നിന്ന്, ചെറിയമ്മയിൽ നിന്ന്, അവരുടെ മക്കളിൽ നിന്നൊക്കെ നമുക്ക് പല പാഠങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. നമ്മളിൽ നിന്ന് അവർക്കും കിട്ടും. പക്ഷെ ഇന്ന് അതുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയും ഉണ്ടാവും, സ്വയം പര്യാപ്തരാകുന്നവരെ, പിന്നെ അവരും വേണ്ട. അങ്ങനത്തെ ഒരു സമൂഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നാട്. അപ്പോൾ ഇവിടെ നോക്കൂ, ആധുനിക് रहन सहन जीवन शैली और बदलते मूल्यों के कारण संयुक्त परिवार टूटकर अब एकल परिवार में बदल रहे हैं. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളും കൊണ്ടാണ് സംയുക്ത പരിവാർ ടൂട്ട് ജാത്തെ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ആധുനിക് रहन सहन, ആധുനിക കാലത്തെ ജീവിത രീതി, പിന്നെ ജീവൻ ശൈലി, ജീവിതത്തിൻ്റെ ശൈലി, और बदलाते हैं, ആ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി. ഇതിനെ കൊണ്ടൊക്കെയാണ് സംയുക്ത പരിവാർ ഇന്ന് എന്തായിത്തീരുന്നത്? നശിച്ചുകൊണ്ടിരുന്നത്.